നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ആരാ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കൈലാസത്തിലെ പുതിയ സർവന്റ് ആണോ? ഞാൻ ആരാണെന്ന് പറഞ്ഞാലേ ചേട്ടനെ തല കറങ്ങി വീഴും. ചേട്ടാ, ഈ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നതേ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. സ്ഥിരമായി കഴിച്ചാലേ ചേട്ടന്റെ പോലെ ആവും ബോഡി. മഹിയേട്ടന്റെ കാര്യത്തിൽ അത് പറ്റില്ല. മഹിയേട്ടന്റെ ആരോഗ്യം എനിക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നിങ്ങൾ ആരായാലും മഹിസാറിന്റെ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് വിടാൻ പറ്റില്ല. ഓ, ഇപ്പൊ എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റിയുമായിട്ട് വഴക്കിടുന്ന കുട്ടിയെ ഇങ്ങോട്ട് കയറ്റിവിടാൻ പറയും. ഞാൻ പറഞ്ഞ സത്യ, ഞാൻ മഹിയേട്ടന് ഭക്ഷണം കൊണ്ട് വന്നതാ. ഈ കുട്ടിയെ വിളിച്ചോണ്ടിരാൻ മഹിസാർ പറഞ്ഞേക്കാ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? എന്റെ വില എന്താന്ന് മനസ്സിലായില്ലേ? പോയിട്ട് വരട്ടെ. അയ്യോ, ഇത്രയും വലിയ ഓഫീസാണോ മഹിയേട്ടന്റേത്? അല്ല, മഹിയേട്ടൻ ഈ കൂട്ടത്തിലൊന്നും കാണുന്നില്ലല്ലോ. മഹിസാർ ഇവിടെ അല്ല, വരൂ കാണിച്ചുതരാം. ഇതിനകത്താണ് മഹിസാർ, അകത്തേക്ക് ചെന്നോളൂ. നന്ദി ചേട്ടാ. കൈലാസത്തിലുള്ളവരെ പോലെയല്ല, നല്ല മര്യാദയുള്ള മനുഷ്യര്. മഹിയേട്ടൻ ഇതിനകത്ത് എന്നെയും കാത്തിരിക്കായിരിക്കോ? ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആദ്യം പ്രൊജക്ട് ഡിസൈൻ ചെയ്യൂ. ബാക്കി ഡിസ്കഷൻ ഒക്കെ അത് കഴിഞ്ഞാവാം. ഓക്കെ. എന്തിനാ സെക്യൂരിറ്റി ആയിട്ട് വഴക്കിട്ടത്? അത് പിന്നെ ഞാനേ മഹിയേട്ടൻ ഊണുമായിട്ട് വന്നപ്പോ ആ സെക്യൂരിറ്റിനെ കേറ്റുവിട്ടില്ല. ഭക്ഷണം ചൂടോടെ കഴിക്കാനാണല്ലോ മഹിയേട്ടന് പണ്ടേ ഇഷ്ടം. അതുകൊണ്ടാ ഞാൻ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നത്. നീ ഇവിടെ ഭക്ഷണം കൊണ്ടുവരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടോ? അത് മഹിയേട്ടാ, ഞാൻ ആവശ്യപ്പെട്ടോ ഇല്ലയോ അത് പറ. മഹിയേട്ടൻ ആവശ്യപ്പെട്ടില്ല, എങ്കിലും മഹിയേട്ടൻ ഇത് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നി. നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ? ഞാൻ ആവശ്യപ്പെടാതെ നീ ഇവിടെ ഊണ് കൊണ്ടുവന്ന എന്തിനാ? അധികം ഓവർ സ്മാർട്ട് ആവണ്ട. പറഞ്ഞു മനസ്സിലായോ? മഹിയേട്ടൻ ചൂടിലാണല്ലോ, തണുപ്പിക്കാൻ എന്താ ഒരു വഴി? എന്താ നോക്കി നിൽക്കുന്നത്? എനിക്ക് ആവശ്യമില്ല, കൊണ്ടുപോ. ഇനി ഇത് ആവർത്തിക്കരുത്. നിനക്ക് പോവാം. മഹിയേട്ടാ, ഇന്ന് ഉച്ചഭക്ഷണം ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതല്ല, മാളു പറഞ്ഞിട്ടാ. മാളു പറഞ്ഞിട്ടോ? ആ അതെ, മാളു പറഞ്ഞിട്ടാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത്. അവള് വയറ് നിറയെ കഴിച്ചു. എന്റെ പാചകം അവൾക്ക് ഒത്തിരി ഇഷ്ടായി. അപ്പൊ അവളാ പറഞ്ഞത് അച്ഛനെ ഈ ഭക്ഷണം കൊടുക്കണമെന്ന്. മാളു അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രാ ഞാൻ കഷ്ടപ്പെട്ട് ഇതും കൊണ്ട് ഇവിടെ വന്നത്. ഞാനിവിടെ ഭക്ഷണമായിട്ട് വരാതിരുന്ന മാളു എന്നോട് പിണങ്ങും. ഞാൻ എന്ത് ചെയ്യും മഹിയേട്ടാ? എന്റെ മോളാണോ ഈ ഭക്ഷണം നിന്റെ തന്നയച്ചത്? ആ അതെ, മാളു ഇത് തന്നയച്ചത്. മഹിയേട്ടൻ ഇത് കഴിക്കണം. കഴിക്കാതിരുന്ന മാളുന് സങ്കടാവും. എന്റെ മോള് സ്നേഹത്തോട് തന്നയച്ച ഭക്ഷണമല്ലേ, അത് വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? രണ്ടില കൊണ്ടുവന്ന് എന്തായാലും ഭാഗ്യായി. മതി. രണ്ടുപേരും നോക്കിയിരിക്കുന്ന എന്താ? കഴിക്കൂ, കഴിക്കും മഹിയേട്ടാ. കഴിക്കാം.
നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഇത്രയും സ്പെഷ്യൽ ആയ ഒരു ഊണായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. ഇതെല്ലാം ഗംഗ തന്നെ ഉണ്ടാക്കിയതാണോ? അതെ, ഞാൻ ഉണ്ടാക്കിയതാ. മഹേട്ടന് ഇഷ്ടമുള്ള കറികൾ ഇതെല്ലാം. ഇതെല്ലാം എനിക്കിഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഇവിടെ വന്ന് ഇരിക്കും മഹേട്ടാ, ഞാൻ വിളമ്പി തരാം. എനിക്ക് വേണ്ട മണ്ണപ്പം. വാ മഹേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഇതെല്ലാം. എന്നാ നീ തന്നെ കഴിച്ചോ. മഹേട്ടാ, ഞാൻ ഇതെല്ലാം മഹേട്ടന് വേണ്ടിയാ ഉണ്ടാക്കിയത്. കരയാതെ ഗംഗേ, ഞാൻ കഴിക്കാം. എന്നാ വാ. കഴിച്ചു, വേഗം കഴിച്ചു. ഗംഗെ, ഊണ് സൂപ്പർ ആയിട്ടുണ്ട്. മഹേട്ടൻ എന്താ പറഞ്ഞത്? മഹിയേട്ടനല്ല, ഞാനാ പറഞ്ഞത്. ഊണ് നന്നായിട്ടുണ്ട്. ഇത്രയും രുചികരമായ കറികൾ ഉണ്ടാക്കിയ ഗംഗയ്ക്ക് അഭിനന്ദനം. മഹേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ എന്തിനു പറയണം? ഇവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഗംഗ നാട്ടിലേക്ക് തിരികെ പോകരുതെന്നാ എനിക്ക് പറയാനുള്ളത്. എല്ലാ ദിവസവും ഇതുപോലെ ഊണുമായിട്ട് വന്നാ ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിച്ച് വയറ് കേടാക്കണ്ടല്ലോ, അല്ലേ മഹി? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. രണ്ടാൾക്കും ഇഷ്ടായല്ലോ, സന്തോഷായി. എന്തായാലും ഗംഗയെ കിട്ടുന്നവൻ ഭാഗ്യവാനാ. എന്നും ഇതുപോലെ രുചികരമായ ഊണ് കഴിക്കാലോ. കഴിച്ചു തീർന്നില്ലടാ. എഴുന്നേറ്റ് വാ, കഴിഞ്ഞിട്ട് വരാം. ഇല എവിടെ ഇരുന്നോട്ടെ, ഞാൻ എടുത്തോളാം. മഹേട്ടന് ഊണ് ഇഷ്ടായി. ഇലയിലൊരല്പം പോലും ബാക്കിയില്ല. മഹേട്ടന് ഇഷ്ടമുള്ള ഊണ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞല്ലോ. സന്തോഷായി മഹേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.